ഗെയ്സ് അപ്പോൾ നമ്മുടെ മൂന്നാർ പാർട്ട് 2 ആണിത് കേട്ടോ. നമ്മൾ നേരെ പോയത് പറക്കാട് റിസോർട്ടിലോട്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ തന്നെ നല്ല അടിപൊളി വെൽക്കം കിട്ടി കേട്ടോ. അവർ ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഒരു വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളും തന്ന് അവരെന്നെയും തൊടിയിച്ചിട്ടോ ചന്ദനൊക്കെ. നേരെ അകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ കാണാൻ അടിപൊളിയാണ്. മരത്തോണ്ടുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആന, ഇവിടെ എവിടെ നോക്കിയാലും കുറേ ആനനെ കാണാം കേട്ടോ. പിന്നെ നമ്മൾ നേരെ ചെന്ന് നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ഗണപതിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവർ റിസപ്ഷൻ ഏരിയ. റിസപ്ഷനിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ റൂമിലേക്കാണ് കേട്ടോ. അവർ കൂടെ തന്നെ വന്നിരുന്നു. താഴെയായിരുന്നു നമ്മുടെ റൂം ഉണ്ടായിരുന്നത്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം അച്ഛനായാലും അമ്മയിലും ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു റിസോർട്ടിലോ കാര്യങ്ങളൊക്കെ പോകുന്നത് തന്നെ. നമ്മൾ ആദ്യം കയറിയ റൂം എന്ന് പറയുന്നത് 2 ബെഡ്റൂം ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ബെഡ്റൂമാണ് കേട്ടോ. ഒന്നത് ശരിക്കും പറഞ്ഞാൽ ഹണിമൂൺ കോട്ടേജ് പോലത്തെ ഒരു റൂമാണ് അതിൻ്റെ അകത്ത് തന്നെ ഉള്ളത്. അതും ഇത് ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതുള്ളത്. ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. റൂമിൽ ലഗേജും വെച്ച് പുറത്തെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ നേരെ പോയത് റെസ്റ്റോറൻറ്റിലേക്കാണ്. എല്ലാവർക്കും നല്ല വിശപ്പാണ്. ചെന്നപാടെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ മെമ്മോസും കൊടുത്തിട്ടോ. ആദ്യം തന്നെ ഇവരൊന്നും മര്യാദയ്ക്ക് അടക്കിയിരുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. മെയിൻ ഫുഡ് വന്നേക്കാൻ മുമ്പ് ഇവർക്ക് വേണ്ടതെല്ലാം നമ്മൾ ആദ്യം തന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ച് നേരെ പോയി കിടന്നുറങ്ങുകയാണ് ചെയ്തത്. ചെറിയ ക്ഷീണമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസും പാർട്ട് 3 വരുന്നതാണ്.